നമ്മുടെ നെയ്തുകുട്ടനെ ഇഷ്ടപ്പെടുന്ന കുറേ പേര് നമുക്കിടയിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇന്ന് നെയ്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് പ്രമാണിച്ച് അവൻ ഡാൻസ് ചെയ്യുന്നതാണ് കേട്ടോ. മറ്റേ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ആ പാട്ട് ഡാൻസ് ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷെ ആ പാട്ട് ഇതിനകത്ത് കൊടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നത് കൊണ്ട് ഞാനൊരു DJ സെറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം നെയ്തുകുട്ടൻ 2020 ജനുവരി 3-ാം തീയതിയാണ് കേട്ടോ ഞാൻ അവനെ പ്രസവിച്ചത്. അപ്പോൾ ഇന്ന് അവന് 5 വയസ്സ് തികയാണ്. അപ്പോൾ ഞാൻ കരുതി കുഞ്ഞൊരു വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാ വർഷവും അമ്പലത്തിൽ പോവാറുണ്ട്. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു കൃഷ്ണഭഗവാന്റെ ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മൾ പോയത്. പാൽപ്പായസത്തിന് കൊടുത്തു, അതേപോലെ തന്നെ അവൻ്റെ പേരിൽ അർച്ചനയ്ക്കും കൊടുത്ത് തൊഴുത് നമ്മൾ വീട്ടിലോട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ എല്ലാ ദിവസവും വീട്ടിൽ തന്നെയാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറ്. ഭയങ്കര ഗംഭീരമായിട്ടുള്ള സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യുക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ് ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഈ വർഷം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള സെലിബ്രേഷൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ ചെയ്തത്. ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ ഈ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നെയ്തുവിൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൈസ് ബോൾ എന്നുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോണത്. അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക്, ആദ്യമായിട്ടാണ് ഞാൻ പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ ചെന്നു. അവരോട് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് കട്ടിങ് നമ്മളിവിടെ വെച്ചിട്ടാണ് ചെയ്യണത് എന്നുള്ളത് നമ്മൾ മുൻപ് തന്നെ അവരോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓൾറെഡി എനിക്കറിയാതെ തന്നെ ഫുള്ളും പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. ഒരു 7 മണി ആയിട്ടില്ല, അപ്പോഴത്തേക്കും തന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപാടെ കുറച്ച് ഫോട്ടോഷൂട്ടും അതേപോലെ തന്നെ കുറച്ച് വീഡിയോസും നെയ്തുവിൻ്റെ കുറച്ച് വീഡിയോസും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ മക്കൾ ഓരോ വർഷം വലുതാവും തോറും നമുക്ക് ഓർത്തെടുക്കാനും അല്ലെങ്കിൽ അവരുടെ ഓരോ കുട്ടിക്കളികൾ നമുക്ക് എപ്പോഴും എന്താ പറയുക സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു ഫേസ് തന്നെ മാറുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്, ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് അകത്തോട്ട് കയറുകയാണ് കേട്ടോ. അകത്തോട്ട് കയറുമ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമുക്ക് കാമായിട്ട് കൂളായിട്ട് വന്നിരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ് കേട്ടോ. സാധാരണ നമ്മൾ മലബാറിലൊക്കെയാണ് പോകാറുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, കേക്ക് കഴിക്കാനല്ല, കേക്ക് കട്ട് ചെയ്യാനല്ല. പക്ഷെ അവിടെയൊക്കെ ഫുൾ തിരക്കായിരിക്കും കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഭയങ്കര സൈലൻ്റാണ്, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയിരിക്കും ഈ ഒരു പ്ലേസും ഈ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം തന്നെ സൂപ്പർബാണ് കേട്ടോ. അപ്പം നമ്മൾ കേക്കൊക്കെ ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നെയ്തുകുട്ടൻ എൻ്റെ അടുത്ത് മുമ്പ് തന്നെ പറയായിരുന്നു, അമ്മ ഞാൻ കുട്ടിയല്ല വലുതായി, അപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അമ്മ എൻ്റെ കയ്യിൽ പിടിക്കണ്ട, ഞാൻ തനിയെ കട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയണടാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിക്കാന്ന് ചെയ്തു, എന്നിട്ട് നീ കട്ട് ചെയ്തോ, അമ്മ വെറുതെ പിടിക്കാമെന്ന് പറയുമ്പോൾ സമ്മതിക്കുന്നതേ ഇല്ല കേട്ടോ. അവൻ തനിയെയാണ് കേക്ക് കട്ട് ചെയ്തത്. പിന്നെ ഞാൻ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കയ്യിൽ പിടിക്കണതാണ്. അങ്ങനെ നമ്മൾ അവിടെ വെച്ച് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ അടിപൊളിയായിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. മനസ്സും എന്താ പറയുക വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടായിരുന്നത്. കാരണം ഇതുവരെയും ഇതിൻ്റെ ബർത്ത്ഡേ ഞാനിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല, ഇങ്ങനെയൊന്നും ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിലാണല്ലോ സാധാരണ. അപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത എന്താ പറയുക ഭയങ്കര ഒരു എന്താ പറയുക മനസ്സിനൊരു വല്ലാത്തൊരു മനസ്സിൽ നിറഞ്ഞൊരു സമാധാനവും സന്തോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഇതിന് വലിയ പൈസ മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കൂ. നല്ല ഒരു ഡിഫറെൻ്റ് ആയിരിക്കും അത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെയുള്ള സ്റ്റാഫ്സിനൊക്കെ നമ്മൾ കേക്ക് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോഴും നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് തന്നെ ആയിരുന്നു. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടിയിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഫുഡ് അടി തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു മട്ടൺ സൂപ്പ്, വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യം ഫുഡ് കഴിക്കുന്നതിന് മുൻപായിട്ട് ഒരു സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ്. ഒരു മട്ടൺ സൂപ്പായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, കുരുമുളകൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള സൂപ്പ് തന്നെയായിരുന്നു. പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നെയ്തുകുട്ടനാണെന്നുണ്ടെങ്കിൽ റൈസ് ഒന്നും കഴിച്ചതേ ഇല്ല, അവന് അൽഫാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ നാളുകളായി നമ്മളത് കൊടുത്തിട്ട് എപ്പോഴും നമ്മളങ്ങനെ കൊടുക്കണത് നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ച് അവനിപ്പോൾ കൊടുക്കുന്നതേ ഇല്ല. അപ്പോൾ അവൻ്റെ ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ അൽഫാം മാത്രമാണ് കേട്ടോ
അവൻ ഇന്ന് കഴിച്ചത് 2 പീസോളം കഴിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ അത് തന്നെ അവന് ധാരാളമാണ്. പിന്നെ ഞാനും അവൻ്റെ നിന്ന് കുറച്ച് എടുത്ത് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഒരു പീസ് അൽഫാം കഴിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ എപ്പോഴും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ അൽഫാമൊക്കെ കഴിച്ചു. റൈസ്, ബിരിയാണി, എന്തൊക്കെയോ ഓർഡർ ചെയ്തു. എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. ബിരിയാണിയിൽ തന്നെ വെറൈറ്റീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചിക്കൻ, ഫിഷ്, അങ്ങനെ കേട്ടോ. പിന്നെ അവസാനം നെയ്തു ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ഓർത്ത് അവന് ഒരു ഓറഞ്ച് ജ്യൂസും കൂടെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനതൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അവിടുത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒരുപാട് സമയമായി കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഞാൻ എൻ്റെ സന്തോഷം എൻ്റെ നെയ്തുക്കുട്ടനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതേപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.